അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പഴയ ഓർമ്മകൾ ഇന്ന് പുതുക്കാൻ പോവാണ്. അതായത് നമ്മളെ കുറച്ച് പഴയ സാധനങ്ങളെ ഒന്ന് പുതിയതാക്കി നോക്കിയാലോ. ഒരു ബഡ്ജറ്റും ഇതിനാവശ്യമില്ല, അതായത് സീറോ ബഡ്ജറ്റ് എന്നൊക്കെ പറയാം. അതായത് നമ്മളുടെ മേക്ക് ഓവർ അത്രയും സിമ്പിളാണ്. എൻ്റെയിലാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ള പിങ്ക്, പർപ്പിൾ തുടങ്ങിയ കളേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ഒന്ന് വയലറ്റ് എന്നൊക്കെ പറയാം. ഒരു ലൈറ്റും അല്ല, ഒരുപാട് ഡാർക്കും അല്ല. തുടക്കം തന്നെ നമ്മുടെ ബോക്സിൽ തുടങ്ങി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ച പെൻസിൽ ബോക്സ് ആണ് കേട്ടോ. അതിൽ ഫുള്ള് ഈ പർപ്പിൾ കളർ ഒന്ന് അടിച്ചു കൊടുത്ത് ഉണങ്ങാനായിട്ട് ഒന്ന് മാറ്റി വെച്ചു. ആ സമാധാനത്തിൽ ഉണങ്ങിക്കോട്ടെ. അടുത്തതായിട്ട് നമ്മുടെ സ്കെയിലാണ് കേട്ടോ എടുത്തത്. ഇത് നമ്മുടെ നട്രാജ് സ്കെയിലാണ്. അതായത് പഴയ സാധനങ്ങളൊക്കെ ഈ ഓർമ്മയോട് സൂക്ഷിച്ച് വെക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള, അതുപോലെ തന്നെ എനിക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചില സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ, എല്ലാം എടുത്തു വെക്കാൻ പറ്റാറില്ല, പക്ഷേ പറ്റാവുന്നതൊക്കെ എടുത്തു വെക്കാറുണ്ട്. അതായത് ഇവിടെയും എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. എൻ്റെ വൈറ്റ് കളർ പെയിൻറ്റ് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് പേജിൽ ഫ്ലവർ കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ മേക്ക് ഓവറിൻ്റെ എല്ലാം മെയിൻ സാധനം സ്റ്റിക്കറാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ ചൂടോട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെർപ്പിൾ ഒന്ന് ആ സ്കെയിലിലേക്ക് അടിച്ചു കൊടുക്കുന്നു. പിന്നെ മേലെയായിട്ട് സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലിൻ്റെ മേക്ക് ഓവർ ഇവിടെ തീർന്നു. പിന്നെ നമ്മുടെ എറേസറാണ് കേട്ടോ. എറേസർ എന്നൊന്നും ഞാൻ പറയാറില്ല, എൻ്റെ ഭാഷയിൽ റബ്ബർ എന്നൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഇത് ഒരുപാട് പഴകിയതല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. ഒരു വൈറ്റ് പേജിലാണ് ഈ റബ്ബർ ഞാൻ ചുറ്റി കൊടുക്കുന്നത്. അതായത് റബ്ബറിന് ഒരു കവർ വരുന്ന പോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടാറില്ലേ, അതുപോലെ. ശേഷം ഒരു സ്റ്റിക്കർ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. എല്ലാം പർപ്പിൾ കളർ തീമിൽ തന്നെയാണ് സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കുന്നത്. ഒരു മാച്ചിന് വേണ്ടി ചെയ്താണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് ഒക്കെ യൂസ് ചെയ്യുക, പിങ്കും നന്നായിട്ടുണ്ടാവും. ശേഷം ഞാൻ അതിലേക്കൊരു പർപ്പിൾ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് നമ്മളുടെ കവറിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിൻ്റെ മേക്ക് ഓവർ, അതായത് എറേസറിൻ്റെ മേക്ക് ഓവർ ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ പെൻ മേക്ക് ഓവർ ആണ് കേട്ടോ. ഇതും പഴയ പെന്നൊന്നും അല്ല കേട്ടോ, പുതിയ തന്നെയാണ്. അതായത് ഫുൾ ഇങ്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ റീഫില്ലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയത്, പക്ഷേ എന്തോ ഒരു ഭംഗിക്കുറവ് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റായതിന് ശേഷമാണ് എനിക്ക് ഭംഗിക്കുറവ് തോന്നിയത്. പിന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം നല്ല ഫെവിക്കോൾ നല്ലൊരു ബലം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം എൻ്റെ കയ്യിൽ ചെറിയൊരു ലാവൻഡർ കളറിലെ ഒരു കളർ പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാതെ ഒരു ഡോട്ട് ഇട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ പെൻസിലാണ് കേട്ടോ. പെൻസിലിന് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ വേറെ പെൻസിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ 2H പെൻസിലാണ് കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ മിസ്സായപ്പോൾ ഞാൻ 2H ഒന്ന് ബാലൻസായി വെറുതെ എന്തിനായിരിക്കുന്ന വിചാരിച്ചെടുത്താണ് ഒരു വൈറ്റ് പേജ് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം എൻ്റെ കയ്യിൽ വേറെ കളേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ പർപ്പിളിൻ്റെ ഒരു ചെറിയ പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പകുതി വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റും പിന്നെ ആ പർപ്പിൾ കളർ ആ ഒരു തീമിൽ വന്നു. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ ആകെ ഈ വയലറ്റ് കളർ ഒരു സ്കെച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടൊന്ന് ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തു. അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത വിധം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു തലപ്പത്ത് വെക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റിക്കർ കൂടി ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ്, ഇതിന് കൃത്യമായിട്ട് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു 4 റൗണ്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ ഏതോ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തത്. അതായത് 4 വൃത്തത്തിലുള്ള ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സെൻറ്ററിൽ വെക്കുന്ന ആ സർക്കിളിൽ ഇങ്ങനെ ഒരു പെൻസിൽ വെക്കാനുള്ള ആ സ്പേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ടഫ് എന്നൊന്നും വിചാരിക്കേണ്ട, ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതിന് വെച്ചതിന് ശേഷം നമ്മൾ കാർഡ്ബോർഡ് ഒന്ന് മറിക്കണമല്ലോ, അതിനുവേണ്ടി ഫുള്ള് ഞാനൊരു വൈറ്റ് കളർ പേജ് വെച്ചൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം എന്താണ് നമ്മൾ പെൻസിലൊന്ന് കുത്തി കയറ്റുന്നു. ശേഷം വീണ്ടും ഒരു സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയൊരു ഫേസ് ഒന്ന് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മുടെ പെൻസിൽ മേക്ക് ഓവർ ഇവിടെ റെഡിയായി. പിന്നെ വീണ്ടും നമ്മുടെ 9ാം ക്ലാസ്സിലെ ബോക്സിൻ്റെ മേക്ക് ഓവറാണ് കേട്ടോ. അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം ഒരു 3-4 ചെറിയൊരു ഗ്ലിറ്റർ ഷീറ്റ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റെപ്പ് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് അങ്ങനെ സ്റ്റെപ്പ് പോലെ ഒട്ടിച്ചതിന് ശേഷം 3 കുഞ്ഞ് സ്റ്റിക്കറും ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ മേക്ക് ഓവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാർപ്നറാണ്. നമ്മൾ എറേസർ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇത് മടക്കുന്നത്. അതായത് ഒരു വൈറ്റ് കളർ പേജ് എടുക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ വെച്ച് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ശേഷം എന്താണ് ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതായത് അത് അഴിഞ്ഞു വീഴാൻ പറ്റില്ലല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് ആ കവർ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് പറ്റിയില്ലെങ്കിലും ഇത്രയ്ക്കെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, വെറുതെ ഒന്ന് ചെയ്തേ ഉള്ളൂ. എനിക്കൊരു അതിൽ ജസ്റ്റ് ഒന്ന് ഇമോജി വെച്ച്, അതായത് നമ്മൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കളറൊക്കെയാണല്ലോ ട്രെൻഡ്, എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി നമ്മളുടെ സ്റ്റേഷനറീസിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടിപൊളിയായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം കൂടിയാണ് കേട്ടോ. അത് പഴയതാണെന്ന് കണ്ടാൽ പറയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.